ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം ശക്തമാവുകയാണ്. 1924 പ്രകൃതിക്ഷോഭത്തിൽ ഒലിച്ചുപോയ പാതയ്ക്ക് പകരം 1931 തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുതിയ പാത നിർമ്മിച്ചത്. ഇതോടെ പഴയ പാത വനംവകുപ്പിന്റെ അധീനതയിലായി. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്ന പൂയംകുട്ടി, പിണ്ടിമേട്, കുട്ടപ്പുഴ, കുഞ്ചിയാർ, പെരുമൻകുത്ത്, മാങ്കുളം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് എത്തുന്നതാണ് പഴയ ആലുവ മൂന്നാർ രാജപാത. ഏറെ സമയവും വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്ന പഴയ രാജപാത തുറക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പൂയംകുട്ടി വഴി ഉണ്ടാകുന്നത് മൂന്നാർ മേഖലയ്ക്ക് ഭയങ്കരമായ പുരോഗതി. ടൂറിസ്റ്റുകളെ, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മൂന്നാറിലെ ഏറ്റവും വേഗത്തിൽ, അതായത് നേര്യമംഗലം കൂടി വരുന്നതിനേക്കാൾ കുറെ അധികം കിലോമീറ്ററുകൾ കുറവാണ് പൂയംകുട്ടി വഴിയുള്ള. നല്ല റോഡാണ്, നിരപ്പ് വഴിയാണ്, കയറ്റം കുറവാണ്. അങ്ങനെ ഒരുപാട് നന്മകളുള്ള ഒരു റോഡാണ് ഈ പൂയംകുട്ടി മൂന്നാർ റോഡ്. അപ്പോൾ അതുകൊണ്ട് ആ റോഡ് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം. നാട്ടുകാർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ വനം വകുപ്പ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1924 പ്രകൃതിക്ഷോഭത്തിൽ മൂന്നാർ ഉൾപ്പെടെ നാശമുണ്ടായപ്പോൾ ആലുവ മൂന്നാർ രാജപാതയും ഒലിച്ചുപോയി. പിന്നീട് രാജഭരണകാലത്ത് തന്നെ കോതമംഗലത്ത് നിന്നും നേര്യമംഗലം, വാളറ, അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ റോഡ് നിർമ്മിച്ചു. നാടിന്റെ വികസനം ലക്ഷ്യമിട്ട് പഴയ പാത വീണ്ടും തുറക്കണമെന്നും വനം വകുപ്പ് എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നുമാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി.